ഇനി നടക്കുന്ന കൺവെൻഷൻ യോഗത്തിൽ നിങ്ങൾ യാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിക്കാം എല്ലാവർക്കും ചേർന്ന്. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തനും ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, ഈ ഒരു രാത്രി കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കുവാൻ ദൈവം കൃപയ്ക്ക് നന്ദി പറയുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നതാ. ഈ ലോകത്തിൽ എത്രയോ പേർ കിട്ടാത്ത വലിയ ഭാഗ്യം അത് ഞങ്ങൾക്ക് കിട്ടിയാൽ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നതാ. 2 3 ഒരു മനസ്സോടെ നിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന നാഥ, ഇവിടെ കൂടിയിരിക്കുന്ന നാഥ, ഞങ്ങളിതാ തുടങ്ങുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അന്ത്യം വരെ കൂടെ ഇരിക്കണം. വന്നവനും വരുന്നവനുമായിരിക്കുന്ന യേശുനാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനോട് കൂടെ നിത്യവാസമേ, കർത്താവിനോട് കൂടെ നിത്യവാസമേ. അവനിടം വിട്ട് ശരീരബദ്ധരായി, അവനിടം വിട്ട് ശരീരബദ്ധരായി, ലോകേയലഞ്ഞാലും ഞാൻ വീടോടടുക്കുമേ, ലോകേയലഞ്ഞാലും ഞാൻ വീടോടടുക്കുമേ. കർത്താവ് യേശു ക്രിസ്തു ഈ ഒരു ദിവസം ഇവിടെ കാണുവാൻ നമ്മളെ ആദ്യവശല്ലോ. ആ സ്വർഗത്തിലേക്ക് ദൈവത്തിന് എല്ലാവരും ചേർന്ന് സ്തുതി കൊടുക്കാം. അപ്പോൾ ആ സ്വർഗത്തിലുള്ള ആ സൃഷ്ടിയെ കുറിച്ചൊരു പാട്ടാണ് കേൾക്കുന്നത്. സ്വർഗീയ ശില്പി എന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും കേട്ട് രസിക്കാം.
നന്ദിയോടെ യേശുവിന് സ്തുതി കൊടുക്കാൻ നിറയെ കാര്യങ്ങളുണ്ടല്ലേ. ഓരോ ദിവസങ്ങളും നമ്മൾ ദൈവം നോക്കിയാൽ വലിയ അത്ഭുതമാണ്. അപ്പൊ അതിനകത്ത് നന്ദിയോടെ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ട് സത്യദൈവത്തിൽ
ഈ കാലഘട്ടം ഉണർവിന്റെ ഒരു കാലഘട്ടമാണ്. കർത്താവിന്റെ വരവും അടുത്തു പോയല്ലേ. അപ്പോ നമുക്കൊരു ഉണർവിന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഉണർവിൻ വരൽ ലഭിപ്പാൻ എന്നൊരു പാട്ട് നമ്മൾ അങ്കിൽ പാടുന്നതായിരിക്കും. ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നല്ലവനാണ്. അവൻ നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. പേർനാം ദൈവമാണ്. നിത്യപിതാവാണ്.
സമാധാനത്തിന്റെ പ്രഭുവാണ്. ആ നല്ല കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യേ ഉള്ളതിനാൽ നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ ഇന്ന് രാത്രി ആരാധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സുവിശേഷ മഹായോഗത്തിന്റെ അവസാനത്തെ രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ രാത്രിയിൽ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ദേശനിവാസികളെയും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ ദൈവത്തിന്റെ നാമത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഗാനം കേൾക്കാം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക്.
ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊത്താശ വരും പർവ്വതം യാഹോവേ, നീ മാത്രം എന്നെ ആശ്രയം എന്നോടുക്കുന്ന മനോഹരമായ ഒരു ഗാനം. നമുക്ക് യേശു അല്ലാതെ ഈ ലോകത്തിൽ ഒത്താശ നൽകുവാൻ, നമ്മുടെ കൂടെ ഇരിക്കുവാൻ, നമ്മുടെ ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ, വേദനകളിൽ, കണ്ണുനീരുകളിൽ നമ്മുടെ കൂടെ ഇരിക്കുവാൻ യേശുവല്ലാതെ ഈ ലോകത്തിൽ മറ്റേ ആരും തന്നെ കാണത്തില്ല. ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ, ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ, ഒരു കണ്ണുനീര് നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ സകലരും നമ്മളെ നിന്ദിക്കും, പരിഹസിക്കും, അല്ലെങ്കിൽ നമ്മളെ എവിടേക്കെന്ന് പറയും, മാറ്റി നിർത്തും. പക്ഷെ ഒരു നാൾ നമ്മളെ മാറ്റി നിർത്താതെ നമ്മെ മാറോട് ചേർക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്, നസ്രീയനാകുന്ന യേശു. അവ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമുക്ക് ഒത്താശ വരും പർവ്വതം ചേർന്ന് കുഞ്ഞിനോടൊപ്പം കരമടിച്ചു പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക.
സന്തോഷമുള്ള ദൈവമക്കൾക്ക് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു പോകുമ്പോൾ മനസ്സിൽ ഓടി വന്ന ഒരു ഗാനമാണ് ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എന്നെ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു. ഞാൻ വാഹനം ഓടിച്ചിങ്ങനെ പോകുമ്പോൾ എന്റെ മനസ്സിലോടി വന്ന ഈ പാട്ട് ഞാൻ പാടി 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 നല്ല ആത്മനിറവിൽ പാടി അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ അറിയാതെ എന്റെ ഫ്രണ്ടിൽ ഒരു വലിയ ലോറി എന്റെ മുന്നിലേക്ക് നിയന്ത്രണം തെറ്റി വരുവാനിടയായി. അദ്ദേഹത്തിന്റെ അശ്രദ്ധയാണെന്ന് തോന്നുന്നു. എന്റെ ലൈനും കഴിഞ്ഞു വന്നു. ഞാൻ ഈ പാട്ട് പാടി പോയത് കൊണ്ട് സർവശക്തൻ എന്റെ കൂടെ ഇരുന്ന ഞാൻ അറിയാതെ എന്നെ എടുത്തു മാറ്റിയതുപോലെ റോഡിന്റെ ഒരു സൈഡിലേക്ക് മാറ്റി വലിയൊരു അപകടത്തിൽ തന്നെ വിടുവിക്കുവാനിടയായി. അന്ന് മുതൽ ഞാൻ എല്ലാ കൺവെൻഷനുകളിലും ഈ പാട്ട് ചേർന്ന് ഇങ്ങനെ പാടാറുണ്ട്. ആപത്ത് വേളകളിൽ എന്നെ കാത്ത ദൈവമേ, അങ്ങേ പുകഴ്ത്താതെ ഞാൻ ആരെ പുകഴ്ത്തും? എത്രയോ അനുഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കുണ്ട്. എത്ര അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? അവിടെയൊക്കെ ആപത്തുകൾ വന്നപ്പോൾ, രോഗങ്ങൾ വന്നപ്പോൾ ദൈവം നിങ്ങളെ വിടുവിച്ചില്ലേ? ദൈവം നിങ്ങളെ സഹായിച്ചില്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട് ചേർന്ന് എന്നോടൊപ്പം ചേർന്ന് ഈ പാട്ട് കരമടിച്ചു പാടണം. കൈകൾ കൊണ്ടുവന്നവരൊക്കെ കൈ അടിച്ചു പാടണം. നിങ്ങൾക്കറിയാമോ, 1 കോടി ജനം കൈയില്ലാത്തവരുണ്ട്, 1 കോടി ജനം കാലില്ലാത്തവരുണ്ട്, 1 കോടി ജനം കണ്ണുകളില്ലാത്തവരുണ്ട്, 1 കോടി ജനം ചെവി കേൾക്കാത്തവരുണ്ട്, 1 കോടി ജനം അംഗവൈകല്യം പിടിച്ച ബുദ്ധി മാന്ദ്യതമുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ നടുവിലാണ് നാമും നിങ്ങളും ആയിരിക്കുന്ന ഓർമ്മ വേണം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും ജനം തിങ്ങിപ്പാർക്കുമ്പോൾ അവരുടെ നടുവിൽ ദൈവം കൈകൾ തന്നു, കാലുകൾ തന്നു, കണ്ണുകൾ തന്നു, ചെവികൾ തന്നെങ്കിൽ അവന്റെ മുൻപിൽ അടങ്ങിയിരിക്കാനുള്ളവരല്ലോ കാഹളം പോലെ ഉച്ചത്തിൽ നമ്മുടെ നാദം ഉയർത്തേണ്ടതാണ്. ചേർന്ന് കരമടിച്ച എല്ലാവരും ചേർന്ന് എന്നോടൊപ്പം ചേർന്ന് പാടിയാട്ടെ. എല്ലാവരും കരമടിച്ച ചേർന്ന് പാടിയേ. കരമടിച്ചു കർത്താവിന് മഹത്വം കൊടുത്താണ്. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കുശവന്റെ കയ്യിലെ കളിമണ്ണു ഞാൻ തന്നിടുന്നു എന്നെ കരകളിൽ കരഞ്ഞിടണമേ, വാർത്തണമേ, ദിവ്യഹിതം പോലെ എന്നെ പണിയണമേ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പാടാം. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ, കുശവന്റെ കയ്യിൽ കളിമണ്ണു പോ
തന്നിടുന്നു എന്നെ കരങ്ങളിൽ കരങ്ങളാമേ വാർത്തെടുക്കണേ ജീവിതം പോലെ കേൾക്കാമേ കരങ്ങളാമേ വാർത്തെടുക്കണേ ജീവിതം പോലെ കേൾക്കാമേ ആനന്ദവേളയിൽ അകലാത്തയേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ അകലാത്തയേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ കഷ്ടതയുടെ കയ്പ് നീരിൻ പാത്രവും അങ്ങയൻ കരങ്ങളിൽ കുറിപ്പാക്കുന്ന ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുക തിരുകൃപ എന്നിൽ പകരണമേ. കഷ്ടതയുടെ കയ്പു നീരിൻ പാത്രവും അങ്ങയൻ കരങ്ങളിൽ കുറിപ്പാക്കുന്ന കഷ്ടതയുടെ കയ്പു നീരിൻ പാത്രവും അങ്ങയൻ കരങ്ങളിൽ കുറിപ്പാക്കുന്ന ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുക തിരുകൃപയെന്നിൽ പകരണമേ. ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുക തിരുകൃപയെന്നിൽ പകരണമേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്തയേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ അകലാത്തയേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എന്റെ ഹിതം പോലെ നടത്തരുത് തിരുഹിതം പോലെ നയിക്കേണ്ടത് ജീവിത പാതയിൽ പതിനിടാതെ സ്വർഗഭവനത്തിലെത്തിക്കുവാൻ കരമടിച്ച് എന്നോട് ചേർന്ന് പാടിയാണേ. എന്റെ ഗീതം പോലെ നടക്കരുതേ തിരുഹിതം പോലെ നയിക്കണമേ. എന്റെ ഗീതം പോലെ നടക്കരുതേ തിരുഹിതം പോലെ നയിക്കണമേ. ജീവിത പകയിൽ പകരില്ലാതെ സുഖഭവനത്തിൽ വിട്ടുപോകവും ജീവിത പകയിൽ പകരില്ലാതെ സുഖഭവനത്തിൽ എത്തുപോകും. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്തയേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ 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 അകലാത്തയേശുവേ. ചെറുപാടേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കരം പിടിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം കൊടുത്താണ് നമ്മൾ ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താൻ പോകുകയാണ് എന്ന് നമ്മുടെ നടുവിൽ വർഷിപ്പ് ചെയ്യുവാനായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃദാസൻ വന്നിട്ടുണ്ട്. കർത്താവിന്റെ കരങ്ങളിലേക്ക് കർത്താവിന്റെ ദാസന്റെ കരങ്ങളിലേക്ക് മൈക്കിനെ കൈമാറുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ കരം പിടിച്ച് കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യാം. സന്തോഷമുള്ളവർ കരമേർത്തി കർത്താവിനെ സ്തുതിച്ചു. ഈ മീറ്റിംഗിന്റെ 3-ാമത്തെ ദിവസം നമ്മൾ ഈ പൊതുസ്ഥലത്ത് കൂടിയിരിക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്?
ഹല്ലേലൂയ. സന്തോഷമുണ്ടെങ്കിൽ ചിരിച്ച മുഖത്തോടെ ഒന്ന് സ്തുതിക്കാം. വചനം പറയുന്നത് 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ആരുണ്ട്? യേശുണ്ട്. നമ്മുടെ മധ്യത്തിൽ യേശു ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് എൻ്റെ മധ്യത്തിൽ യേശു ഉണ്ട്, ഇന്ന് ഈ കൂട്ടായ്മയിൽ യേശു ഉണ്ട്. അത്ര വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്താ അതിൻ്റെ തെളിവ്? യേശു ഇവിടെ ഉള്ളതിൻ്റെ തെളിവ് എന്താണ്? പറഞ്ഞേ, എന്താ? ഞാനിവിടെയുണ്ട്. പറഞ്ഞേ, ഞാനിവിടെയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അല്പനിമിഷം കർത്താവിനെ ആരാധിക്കാൻ പോവാണ്. ഇതുവരെയും നമ്മൾ ഗാനങ്ങൾ കേൾക്കുകയായിരുന്നു. മനോഹരമായി കുഞ്ഞുങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു. അഭിഷേകൻ ഗാനം പാടി. എത്ര പേർക്ക് അനുഗ്രഹമായിരുന്നു? ഇനി നമ്മൾ ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാൻ പോവാം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു ഈ ദേശത്ത് ആരാധന ഉയരുമ്പോൾ, ഈ 3 ദിവസം ഇതിനകത്ത് ഉയരുന്ന അല്ലെങ്കിൽ ഈ പൊതുസ്ഥലത്ത് നമ്മൾ നമ്മുടെ പ്രാണനാഥനെ ഉയർത്തുമ്പോൾ അത് ഈ ദേശത്തിനൊരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അല്പനിമിഷങ്ങൾ കണ്ണുകളിലേക്ക് നടക്കാമോ? നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി നമ്മുടെ സമയത്തെ വേർതിരിക്കുകയാണ്. എല്ലാ കണ്ണുകളേക്കും നടച്ച് എല്ലാ കണ്ണുകളേക്കും നടച്ച് അല്പനിമിഷങ്ങൾ സ്തുതിച്ചാണ്. താങ്ക് യു ഫാദർ. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ ഇതുവരെയും കൊണ്ടുവന്ന ദൈവം, താണ ഭൂമിയിൽ താണ ചെളിയിൽ നിന്ന് നമ്മളെ ഉയർത്തിയ ദൈവം, ഈ പബ്ലിക്കായ സ്ഥലത്ത് നിന്ന് എത്ര പേർക്ക് കർത്താവിനെ അല്പനിമിഷങ്ങൾ ആരാധിക്കുവാൻ മനസ്സ് തുറക്കുവാൻ കഴിയും? എല്ലാ കരങ്ങളൊക്കെ ഒന്ന് കഴിവുകളൊന്ന് സ്വർഗത്തോളം ഉയർത്തി, എല്ലാ ഹൃദയം ഒന്ന് അമ്മയെ തുറന്ന്, എല്ലാ അധരങ്ങളൊക്കെ തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങിയാണ്. 3 ദിവസമായി ഇവിടെ നടത്തപ്പെടുന്ന മീറ്റിംഗ്, ഈ 3-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ വലിയ ഒഴുക്ക് ഈ ഗ്രൗണ്ടിൽ വെളിപ്പെട്ട് വരേണ്ടതിനായി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. എല്ലാ ഹൃദയങ്ങളും ഒന്ന് തുറക്കപ്പെടട്ടെ. നീ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാദാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാദാ, നീ എന്നെ ഒരു തീർന്ന സമർപ്പണത്തോടെ നിറഞ്ഞ മനസ്സോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പറയാം, യേശുവേ, അങ്ങനെ ഓർക്കുവാൻ ഞാൻ എന്താണുള്ളത്? അങ്ങനെ കാണാൻ എന്നിൽ എന്താണുള്ളത്? എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നിൽ എന്താണുള്ളത്? അല്പനിമിഷങ്ങൾ ഈ വരികളെ ഒന്ന് ചേർന്ന് പാടി ആ ദൈവത്തിന് നല്ല മഹത്വം കൊടുക്കാതെ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. പാടാമോ? നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാദാ, നീ എന്നെ
ആശ്വാസമായി നീ ഭാരത്തിൻ നാളിൽ അത്താണിയായി നീ ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളിൽ അത്താണിയായി നീ നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാദാ നീ എന്നെ ഓർക്കുവാ എൻ ഗ്രഹം എന്തുള്ളൂ നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാദാ നീ എന്നെ ഓർക്കുവാ എൻ ഗ്രഹം എന്തുള്ളൂ തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ നിൻ സ്നേഹത്തിൻ ആഴം ആർക്കുവർണ്ണീച്ചിടാ തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ നിൻ സ്നേഹത്തിൻ ആഴം ആർക്കുവർണ്ണീച്ചിടാ നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥാ നീ എന്നെ ഓർക്കുവാ എൻ ഗ്രഹം എന്തുള്ളൂ നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥാ നീ എന്നെ ഓർക്കുവാ എൻ ഗ്രഹം എന്തുള്ളൂ. ഒരു നിമിഷം ഇരിക്കുന്ന ഇരിപ്പിടങ്ങളെ വിട്ട് എഴുന്നേൽക്കാമോ? ഹല്ലേലൂയ. 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 സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ അങ്ങനെ സ്നേഹിപ്പാൻ എന്നിൽ എന്താണ് കണ്ടത്, അങ്ങനെ മാനിപ്പാൻ അങ്ങ് എന്നിൽ എന്താണ് കണ്ടത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ പുറകെയുള്ള ജീവിതത്തെ ഒന്ന് എടുത്തു നോക്കിയാൽ, പഴയ ജീവിതത്തെ എടുത്തു നോക്കിയാൽ ഇന്ന് ഇതുപോലെ ഈ പബ്ലിക്കായ സ്ഥലത്ത് നിന്ന് യേശുവിനെ ഉയർത്താൻ നമുക്ക് ആർക്കും യോഗ്യതയില്ല. ഹല്ലേലൂയ. എന്നാൽ അവന്റെ കഴിവും അവന്റെ കൃപയും അവന്റെ കരുണയും നമ്മുടെ മേൽ ഇറങ്ങി വന്നപ്പോ നമ്മുടെ പഴയ ജീവിതത്തെ നോക്കാതെ ആ ജീവിതത്തിൽ നിന്ന് വചനം പറയുന്നത് പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് ഇതിനകത്ത് നിൽക്കുന്ന ഓരോ വ്യക്തിക്കും പറയാൻ കഴിയും, എനിക്കൊരു പഴയ ജീവിതം ഉണ്ടായിരുന്നു, എന്റെ അപ്പനും അമ്മയും വെറുത്തൊരു പഴയ ജീവിതം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവൻ എല്ലാവരാലും മാനിക്കപ്പെടുന്ന രീതിയിൽ, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് കർത്താവിനെ ഉയർത്തുന്നെങ്കിൽ അവൻ എന്റെ പഴയ ജീവിതത്തെ മാറ്റിയൊരു യേശുവുണ്ട്. ഹല്ലേലൂയ. ആ യേശുവിനെ ഇന്ന് രാത്രി നമ്മൾ ഈ പന്തലിന്റെ കീഴിൽ നിന്ന് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ യേശുവിനെ ഉയർത്താൻ, ആ നാമത്തെ ഉയർത്താൻ എത്ര പേർക്ക് ഹല്ലേലൂയ സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. പറയാൻ കഴിയുമോ, കർത്താവേ, ദേവന്മാരിൽ അങ്ങയ്ക്ക് തുല്യനായ ആർ, സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയ്ക്ക് തുല്യനായ ആർ. ഹല്ലേലൂയ. എന്റെ പഴയ ജീവിതത്തെ മാറ്റിമറിച്ച് നമ്മുടെ തോൽവിയെ മാറ്റി ജയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിച്ച ആ യേശുവിനെ ഉയർത്താൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, അങ്ങയ്ക്ക് തുല്യനായ ആരും ഇല്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ
യേശുവിന്റെ നാമത്തിന് തുല്യമായി ഒരു നാമവുമില്ല. ഹല്ലേലൂയ. ആ നാമത്തെ ഉയർത്താൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ആ നാമത്തെ ഉയർത്തുമ്പോൾ രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ അലറി മാറും, ഈ ദേശത്തിന് അതൊരു വിടുതലായി മാറും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. വിശ്വാസമുള്ളവരെ കരങ്ങളൊക്കെ ഒന്ന് ചേർത്തടിച്ച് ആ നല്ല ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അവന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അവന്റെ അധികാരം നമ്മളിൽ വ്യാപരിക്കുന്നതിനാൽ ഇന്ന് രാത്രി ആ അധികാരത്തിന്റെ ശക്തിയിലൊന്ന് ആരാധിച്ചാട്ടെ.